We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. Now bring us some figgy pudding. Now bring us some figgy pudding and bring some. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിറഞ്ഞ അനുഭവം, യേശു ക്രിസ്തു പിറന്നു വീണു എന്നുള്ളത്. ഈ ലോകത്തിന് ഏറ്റവും സന്തോഷം നിറഞ്ഞതായ അനുഭവമാകുന്നു എന്നുള്ളതാണ്. ഈ സന്തോഷത്തിന് ഇടയാക്കി തീർത്തത് 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് യോസഫും മറ്റേത് കന്യകമറിയാമും. കന്യകമറിയാം ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഒന്ന് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ അനുഭവമാണ്, സർവ്വജനത്തിനും ഉള്ള ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. 2, ക്രിസ്മസ് എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. കന്യകമറിയാം ദൈവകരങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. 3, ക്രിസ്മസ് എന്ന് പറയുന്നത് പങ്കിടലിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് കാർഡുകൾ നമ്മൾ അയക്കുന്നു, ക്രിസ്മസ് കേക്കുകൾ നൽകുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ളതായ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതായ അനുഭവമാകുന്നു ക്രിസ്മസ് എന്ന് പറയുന്നതായ അനുഭവം. അതുകൊണ്ട് ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് സന്തോഷത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. ഇത് സമർപ്പണത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. ഇത് പങ്കിടലിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. 4, ഇത് സമാധാനത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ അനുഭവമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. സർവ്വജനത്തിനും ഒരു സമാധാനത്തിൻ്റെ അനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തെ കൊണ്ടാടുന്നതായ ഈ ദിവസങ്ങളിൽ നമ്മളും ആ സന്തോഷത്തിൽ പങ്കാളികളായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ മഹത്തായ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഭീതിയിൽ ആകുന്നതായ ജനത്തിന് ഒരു സന്ദേശമുണ്ട്, അത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഭയത്തിൻ്റെ, ഭീതിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നതായ മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകിത്തരുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്, ഇത് സമാധാനത്തിൻ്റെ അനുഭവമാണ്, ഇത് പങ്കിടലിൻ്റെ അനുഭവമാണ്, ഇത് സമർപ്പണത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിൽ പ്രധാനമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് യോസഫ് എന്ന് പറയുന്നത്. യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും സമർപ്പണത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. യോസഫ് ദൈവകരങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. മഹത്തായ നിയോഗം ഏറ്റെടുക്കുവാൻ വേണ്ടി ദൈവകരങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആ മഹത്തായ നിയോഗം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്മസിനെ നമുക്കൊന്ന് ധ്യാനിക്കുമ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഒന്ന്, ഇത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്.
2 ഇത് പങ്കിടലിൻ്റെ അനുഭവമാണ്. 3 ഇത് സമാധാനത്തിൻ്റെ അനുഭവമാണ്. 4 ഇത് സമർപ്പണത്തിൻ്റെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.